ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 41-42 വാക്യം. ഏറ്റവും അധികം പേർ അവൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇനിയും നിൻ്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നുവെന്ന് സ്ത്രീയോട് പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ലോകരക്ഷിതാവെന്ന്, യേശു സൗഖ്യദായകനെന്ന് വിശ്വസിക്കുന്ന ചില മേഖലകളെ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊരു മേഖലയാണ് വചനം കേട്ട് വിശ്വസിച്ചു എന്ന പദം. അപ്പോൾ ഇവിടെ നമ്മൾ 4-ാം അധ്യായം തുടങ്ങുന്ന ഒരു ശമരിയാക്കാരിയായ സ്ത്രീയും യേശുവുമായിട്ടുള്ള സംഭാഷണം. ആ സംഭാഷണത്തിൽ ആദ്യം ഈ സ്ത്രീ യേശുവിനെ കുറിച്ച് പറയുന്നത്, യജമാനൻ നീ ഒരു പ്രവാചകനെന്ന്. കാരണം അവളുടെ ജീവിതത്തിലുള്ള ആരുമറിയാത്ത രഹസ്യങ്ങളെ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ളത് കൊണ്ട് അവൾ യേശുവിനെ കാണുന്നതൊരു പ്രവാചകനായിട്ട്. പ്രവാചകൻ എന്ന പദത്തിൽ നിന്ന് പിന്നീട് അവൾ യേശുവിനെ മശിഹ എന്നതിലേക്ക് അവളുടെ കൺവെൻഷൻ മാറുന്നുണ്ട്. അപ്പോൾ നോക്കണം, യഹൂദൻ എന്ന് അവൾ ആദ്യം വിചാരിച്ചു സംസാരിച്ചു. അതുകൊണ്ടാണ് അവൾ നമ്മൾ തമ്മിൽ സമ്പർക്കമില്ല എന്നുള്ള പദത്തിൽ തുടങ്ങുകയും വീണ്ടും ഒരു പ്രവാചകനിൽ നിന്നും മൂന്നാമതായിട്ട് അവൾക്ക് മനസ്സിലാകുന്നത് അവനൊരു മശിഹയാണെന്നും. ഈ മശിഹയാണെന്ന് അവൾ മനസ്സിലാക്കിയ ശേഷം അവൾ പാത്രം വെച്ചിട്ട് ജനത്തിൻ്റെ ഇടയിലേക്ക് ഓടിപ്പോകുകയും അവൾ ആ ശമരിയ ജനത്തോട്, ആളുകളോട് പറയുകയാണ്, ഞാൻ ഒരുവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ നാം പ്രതീക്ഷിക്കുന്നത് പോലെ മശിഹയായിരിക്കും എന്ന് പറയും. അവൾ പറഞ്ഞത് കേട്ട് വരുന്ന ഒരു കൂട്ടം ജനം യേശുവുമായി സംഭാഷിക്കുകയും യേശു മശിഹയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. എന്നിട്ട് അവർ പറയുന്ന വാക്കാണ് നാം ഇന്ന് പകൽക്കാലത്തെ ധ്യാന ചിന്തയ്ക്കായി എടുത്തത്. അവർ പറയുകയാണ്, ഇനിയും നീ പറഞ്ഞ വാക്ക് നിമിത്തമല്ല, ഞങ്ങൾ കേട്ട വചനം നിമിത്തം യേശു ലോകരക്ഷിതാവെന്ന്, യേശു വരുവാനുള്ള മശിഹയെന്ന് ഞങ്ങൾ വിശ്വസിക്കും. അപ്പോൾ നോക്കണം, എൻ്റെ ധ്യാന ചിന്തയിൽ ആദ്യമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവമക്കളെ, നാം ചിലരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ, നാം ചിലരുമായി സംസാരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ഉള്ളിൽ ലഭിക്കപ്പെട്ട വിശ്വാസം പകർന്നു കൊടുക്കുന്നവരായി നാം തീരുന്നുവെങ്കിൽ അത് മറ്റുള്ളവരിലും നമ്മിലും ആ വിശ്വാസം വർദ്ധിക്കും എന്നൊരു ചിന്തയാണ് ഈ പ്രഭാതത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഈ സ്ത്രീയിൽ വിശ്വാസം അങ്കുരിക്കുന്നു, യേശുവുമായുള്ള സംഭാഷണത്തിൽ വിശ്വാസം അങ്കുരിക്കുന്നു. ആ വിശ്വാസം അവൾ മറ്റുള്ളവരിലേക്ക് പകരുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ നാം പ്രതീക്ഷിക്കുന്ന മശിഹയായിരിക്കുമോ എന്ന ആ വിശ്വാസത്തിൻ്റെ തുടക്കം, പ്രൈസ് ദി ലോർഡ്, ചില ആളുകളുമായി പങ്കുവെക്കുമ്പോൾ നോക്കണം, അവർ അവൻ്റെ വചനം കേട്ട് യേശു മശിഹ എന്ന് വിശ്വസിക്കും. ഇന്ന് പകൽക്കാലം നാമുമായി ഇടപഴകുന്ന ആളുകൾ യേശുവിലുള്ള അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നുവോ എന്നത് നാം ഒന്ന് ചിന്തിക്കാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ.
നമ്മുടെ ഇടപഴകുകൾ, നമ്മുടെ സംസാരങ്ങൾ മറ്റുള്ളവരെ കർത്താവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരാക്കുന്നുവോ എന്നതൊന്ന് ചിന്തിക്കണം. അതിനായി ഒരു ഒരുക്കം നമുക്ക് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു പദം ഇങ്ങനെയുണ്ട്. സ്തോത്രം. 2-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. വിശ്വാസത്തിൽ സമ്പന്നരാകുക എന്നൊരു പദമാണ്. മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തിൽ വർദ്ധിച്ചു വരിക. അപ്പോൾ നോക്കണം ദൈവമക്കളെ, നാം വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുന്നവരും വിശ്വാസത്തിൽ സമ്പന്നരും മാത്രമല്ല, നമ്മുടെ അടുക്കലേക്ക് വരുന്നവർ കർത്താവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നവരും ആയിത്തീരണം. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ അനേകരെ കാണുവാനായിട്ട് കഴിയും. ചിലർ സ്വയം വിശ്വാസത്തിൽ നഷ്ടപ്പെട്ടു പോയി അനേകരുടെ വിശ്വാസത്തെ തകർത്ത് കളയുന്നവരുണ്ട്. 1 തീമോഥെയോസ് 1:19-20 വാക്യമാണ്. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനയോസും അലക്സണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താന് ഏൽപ്പിച്ചിരിക്കുന്നു. നോക്കണം, ഈ ഹുമനയോസും അലക്സണ്ടറും ദൂഷണം പറയുന്നവർ എന്ന് വെച്ചാൽ ദൈവത്തെക്കുറിച്ചും ദൈവഭക്തന്മാരെക്കുറിച്ചും ദൂഷണം പറയുന്ന ആളുകൾ. അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി എന്ന് മാത്രമല്ല, അവർ അനേകരുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യൂദയുടെ ലേഖനത്തിലും നമ്മൾ അവരെ കാണുന്നുണ്ട്. സ്തോത്രം. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഇവർ ദൈവസഭയ്ക്കകത്ത് മറഞ്ഞു കിടക്കുന്ന പാറകളെന്ന്. സ്തോത്രം. അപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു മേഖലയുണ്ട് ദൈവമക്കളെ. സ്തോത്രം. ഈ ചില ആളുകൾ അനേകരെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു. യൂദയുടെ ലേഖനത്തിൽ അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇത് ഈ ധ്യാന ചിന്തയിൽ അത്രത്തോളം എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് പകൽക്കാലം അതുകൂടെ ചേർത്ത് വായിക്കുന്നത് നല്ലതാണ്. അനേക ആളുകളെ അവിടെ എടുത്തെടുത്തു പറയുന്നുണ്ട്. സ്തോത്രം. അപ്പൊ ചിലർ അവരുടെ വിശ്വാസക്കപ്പൽ തകർത്ത് കളഞ്ഞു. ചിലർ അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പക്ഷേ അവർ അനേകരെ വിശ്വാസത്തിൽ നിന്ന് വലിച്ചു കളയുക, നശിപ്പിച്ചു കളയുക. എന്നാൽ നോക്കൊരു ശമരിയക്കാരെ സ്ത്രീയെയാണ് ഇന്ന് പകൽക്കാലം ധ്യാന ചിന്തയ്ക്കായി നാം എടുത്തത്. അവൾ ചിലരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക, ചിലരെ അവൾക്കറിയാവുന്ന വാക്കുകൾ പറഞ്ഞ് അവൾ മശികയെ പരിചയപ്പെടുത്തി. അവൾ പറയുകയാണ്, അവൻ മശികയായിരിക്കുമോ എന്ന് നിങ്ങൾ വന്ന് നോക്ക്. എനിക്കത് തോന്നുന്നു അവൻ മശികയായിരിക്കുമെന്ന്. ദൈവമക്കളെ, നമ്മൾ അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുന്നവരും അനേകരെ യേശുവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം കാരണം ആകുന്നവരുമാകട്ടെ ദൈവമക്കളെ. എന്നാൽ സ്തോത്രം, പൗലോസ് ഇവിടെ പറയുന്നത് പോലെ ഹുമനിയോസും അലക്സണ്ടറും അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയി. അവരുടെ നല്ല മനസാക്ഷി അവർ ഉപേക്ഷിച്ചു. അവർ അനേകരെ തകർത്ത് കളയുന്നവരായി മാറി. അനേകരുടെ വിശ്വാസം ഇല്ലാതെ കളയുന്നവരായി മാറി. നാം അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും അനേകരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നവരായി തീരട്ടെ. അതിനായി കർത്താവ് വചനം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഞങ്ങൾ വിശ്വാസമുള്ളവരും മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നടത്തുന്നവരും കർത്താവേ,
ഹല്ലേലൂയ, ഞങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കുകയും മറ്റുള്ളവർക്ക് വിശ്വാസത്തിന് വർധനവിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. എന്നാൽ ഇന്ന് ഞങ്ങൾ കേട്ടു, ഹല്ലേലൂയ, സ്തോത്രം, അലക്സാണ്ടറും ഹുമനിയോസും അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു എന്ന് മാത്രമല്ലല്ലോ, അവർ അനേകരെ തകർത്ത് കളയുകയും ചെയ്തു. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടുപോകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്കകത്തു നുഴഞ്ഞു കയറി കർത്താവെ അനേകരുടെ വിശ്വാസം തണുപ്പിക്കുന്ന, അനേകരെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്ന ആളുകളുണ്ടപ്പ. അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടുപോകരുത്. യൂദയുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ അവർക്ക് ഒരു ശിക്ഷാവിധി നിർണയിച്ചു വച്ചിരിക്കുന്നു. ആ ശിക്ഷാവിധിയിലേക്ക് അവർ ഓടിക്കൊണ്ടിരിക്കുക. എന്നാൽ ആ ശിക്ഷാവിധിയിൽ ചിലരെ കൂടെ കൊണ്ടെത്തിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ഈ വചനം കേൾക്കുന്ന ജനത്തെ ഹല്ലേലൂയ, സ്തോത്രം, അതേ കർത്താവേ, ആ വചനം വിശ്വസിക്കുവാൻ ഇനിയും നിന്റെ വാക്ക് കേട്ടിട്ടല്ല, ഞങ്ങൾ നേരിട്ട് അവൻ്റെ വായിൽ നിന്ന് കേട്ട വചനം കേട്ട് യേശു ലോകരക്ഷിതാവെന്ന് പറയുന്ന അനുഭവം കർത്താവേ അനേകർക്കുണ്ടാകുവാൻ ഞങ്ങൾ നിമിത്തം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. താവന് ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. വചനം ജനത്തിന് അനുഗ്രഹമാക്കി തീർക്കുന്നുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.